ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഫോട്ടോ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതും ഒരു ചെറിയൊരു QR കോഡ് സ്കാൻ ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ അടിപൊളിയായിട്ട് ഇരിക്കാം. ആ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ തന്നെ വിചാരിക്കും ഇത് ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് നിങ്ങൾ വിചാരിച്ചു പോകും. അമ്മാതിരി എഡിറ്റിംഗ് ആയിരിക്കും. സോ നമ്മളെ ആപ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളെല്ലാം കേട്ട് പരിചയമുള്ള ആപ്പ് തന്നെയാണ്. നമ്മളെ സ്നാപ്സീഡ് എന്ന് പറഞ്ഞ ആപ്പാണ്. സോ അതിലെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമുക്ക് മറ്റൊരു മൊബൈൽ ഫോൺ വേണം. സോ നമ്മൾ ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് നേരെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ സ്നാപ്സീഡ് QR കോഡ് എന്ന് അടിക്കണം. QR കോഡ് എന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ കുറേ എന്താ പറയുക പ്രീസെറ്റ് ഉണ്ടാവും. പ്രീസെറ്റിന് ഒരു QR കോഡോട് കൂടി ഒരുപാട് പ്രീസെറ്റ് ഉണ്ട്. സോ നമ്മുടെ ഫോട്ടോത്തിന് ഏതാണോ ആ മികച്ചത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോട്ടോത്തിന് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് എഡിറ്റ് ചെയ്ത സ്നാപ്സീഡ് സോഫ്റ്റ്വെയറുള്ള ഫോൺ എടുക്കുക. ദെൻ നേരെ ഈ QR കോഡ് സ്കാൻ ചെയ്യുക. അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്യാൻ പോവാണ്. മുകളിൽ ഇവിടെ കണ്ടോ ഒരു ഈ ഐക്കൺ, ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് QR ലുക്ക് മറ്റുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ എന്താ QR സ്കാൻ എന്ന് പറയും. അപ്പോൾ അത് സ്കാൻ ചെയ്ത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരെ സ്കാൻ ചെയ്ത് കൊടുക്കുക. സ്കാൻ ചെയ്ത് കൊടുക്കുക. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ഒറിജിനൽ, ഇത് ഔട്ട്പുട്ട് കണ്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളി സിമ്പിളായിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് ചെയ്തെടുത്തത്. ഇത് സിമ്പിളാണ്, അടിപൊളിയല്ലേ ഗൈസ്? കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ടാണ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവർക്കും ബൈ.